നമസ്കാരം. ചരിത്രത്തിൽ ഇല്ലാത്ത വിധമാണ് ഇക്കുറി ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 35 സീറ്റിലേക്ക് ഇടതുപക്ഷം മൂക്കുകുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇക്കഴിഞ്ഞ 10 വർഷം 2 ടേമുകളിലായി പിണറായി വിജയൻ രണ്ടാം മൂഴം പൂർത്തിയാക്കി വീണ്ടും മൂന്നാം മൂഴം 3.0 ആവർത്തിക്കും എന്ന് കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു, അമിത ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 99 സീറ്റായിരുന്നു അവരുടെ ഭൂരിപക്ഷം. ഈ 99 സീറ്റിൽ നിന്നാണ് ഇപ്പോൾ കേവലം 35 സീറ്റിലേക്ക് പോയത്. അതിൽ തന്നെ CPM-ന്റെ സീറ്റ് 28 എന്നുള്ളത് ഓർക്കുക. അപ്പൊ ദയനീയമായ പരാജയത്തിലേക്ക് CPM ഇടതുപക്ഷ പ്രസ്ഥാനം കൂപ്പുകുത്തി. അതിന്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയനും MP ഗോവിന്ദനും തന്നെയാണ് എന്നാണ് CPI-യുടെ അവലോകന യോഗങ്ങളിൽ പോലും ഉരുത്തിരിഞ്ഞു വന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പെരുമാറ്റം ജനങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും അകറ്റി. മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേരാത്ത രീതിയിലുള്ള നയപരിപാടികളും ജീവിത രീതികളും തന്നെയായിരുന്നു പിണറായി വിജയൻ അനുവർത്തിച്ചു പോകുന്നത്. അതുകൊണ്ട് ജനം ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവൃത്തിയും ശൈലിയും ജീവിതവും പിന്തുടരുന്ന നേതാവിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടിയിലെ അടിസ്ഥാന വർഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോയതാണ് ഇത്രത്തോളം പരാജയം ഏറ്റുവാങ്ങാൻ കാരണമായത് എന്ന് തന്നെ CPM വിലയിരുത്തുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ 1 കോടിയോളം വോട്ടുകൾ സാംശീകരിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ, അത്രത്തോളം വോട്ടുകളാണ് CPM-ന് നഷ്ടമായത് എന്ന് പറയുമ്പോൾ, അതിൻ്റെ പരാജയ കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും കലർന്ന പെരുമാറ്റ രീതികളും, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വർഗീയവാദികളെ കൂടെ കാറിൽ കൂട്ടിക്കൊണ്ട് നടന്ന് ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ നടത്തിയ ചില നീക്കങ്ങളും തന്നെയാണ് എന്ന് CPI-യുടെ പ്രവർത്തന അവലോകന യോഗങ്ങളിൽ വിലയിരുത്തപ്പെട്ടിരിക്കുന്നു. MP ഗോവിന്ദൻ എന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഷയും ശൈലിയും പാർട്ടിയുടെ തിരിച്ചടിക്ക് വലിയ കാരണമായി. ഗോവിന്ദൻ തന്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് അവിടെ തളിപ്പറമ്പിൽ ജില്ലാ കമ്മിറ്റിയുടെ യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും കേൾക്കാതെയാണ്. അവരുടെ അഭിപ്രായങ്ങൾ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് PK ശ്യാമളയെ MP ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പിൽ നിർത്തിയത്. അത് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടായി. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. പിന്നീട് പാർട്ടിയുടെ വിമത സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു. അവർ വൻ വിജയം നേടുന്ന കാഴ്ചയും കണ്ടു. ഇത് തന്നെയാണ് പയ്യന്നൂരിൽ ഉണ്ടായത്. വി കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് വിനിയോഗം ചെയ്തതിൽ CPM-ന്റെ MLA ആയ TI മധുസൂദനന്റെ ചില പ്രവൃത്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. എന്നാൽ പാർട്ടി മധുസൂദനൊപ്പം നിൽക്കുന്നു, തെറ്റ് ചെയ്തവനൊപ്പം പാർട്ടി നിൽക്കുന്നു, തെറ്റ് ചൂണ്ടിക്കാണിച്ചവനെ പുറത്താക്കുന്നു. അങ്ങനെ പയ്യന്നൂരിൽ പാർട്ടിയുടെ ചെങ്കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പയ്യന്നൂരിലും പാർട്ടി നിലം പൊത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇങ്ങ് തെക്ക് ആലപ്പുഴയിൽ, അമ്പലപ്പുഴയിൽ, അതായത് പുന്നപ്ര വയലാർ സമരഭൂമി സ്ഥിതി ചെയ്യുന്ന CPM-ന്റെ ചെങ്കോട്ട എന്നൊക്കെ പറയുന്ന ചങ്കിലെ ചോര എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിലും പുന്നപ്ര വയലാറുമെല്ലാം ഉൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ CPM-ൽ 63 വർഷത്തെ മഹിത പാരമ്പര്യമുള്ള CPM-ന്റെ 4 തവണ MLA ആയിരുന്ന, 2 തവണ മന്ത്രിയായിരുന്ന, CPM-ന്റെ ആദർശമുഖം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന G സുധാകരൻ പാർട്ടികളെ പുത്തൻകൂറ്റ് നേതാക്കന്മാരുടെ നയവൈകല്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിക്ക് പുറത്തു പോകുന്നു. വിമത സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നു, വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കുന്നു. ഇതെല്ലാം ഉണ്ടായത് പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും പാർട്ടി നയ വൈകല്യങ്ങൾ തന്നെയാണ്. പാർട്ടിയുടെ നയങ്ങൾ വ്യതിചലിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേരാത്ത ഭാഷയും ശൈലിയും അവർ കടം കൊണ്ടു. കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിത ശൈലിക്ക് നിരക്കാത്ത രീതിയിലുള്ള ജീവിതം അവർ ശൈലി സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കളിൽ നിന്ന്, അണികളിൽ നിന്ന്, CPM അണികളിൽ നിന്ന് പിണറായി വിജയനും MP ഗോവിന്ദനും അകന്നുപോയി. അതിന് കിട്ടിയ കൃത്യമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് CPI അവലോകന യോഗങ്ങളിലും വിലയിരുത്തപ്പെട്ടു. ഇപ്പോൾ CPI മറ്റൊരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നു. അതായത് പ്രതിപക്ഷ ഉപകക്ഷി നേതാവായി, നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവായി CPIക്ക് സ്ഥാനം വേണം. പ്രതിപക്ഷ നേതാവായി വീണ്ടും പോളിറ്റ് ബ്യൂറോ പിണറായി വിജയനെ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. എന്നാൽ CPIയുടെ നിയമസഭാ കക്ഷിയായ മുൻ മന്ത്രി കൂടിയായ CPIയുടെ മന്ത്രി രാജനെയാണ് ഇപ്പോൾ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. രാജന് പ്രതിപക്ഷ ഉപകക്ഷി നേതൃസ്ഥാനം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് CPI ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി സഭയിൽ ഇരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള സ്ഥാനം, ആ നേതൃസ്ഥാനം CPIയുടെ
നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി രാജന് കൊടുക്കണം, മുൻ മന്ത്രി രാജന് കൊടുക്കണം എന്നാണ് CPIയുടെ ആവശ്യം. എന്നാൽ കാലാകാലങ്ങളായി ഈ പ്രതിപക്ഷ നേതൃസ്ഥാനവും, അതായത് പാർട്ടി പ്രതിപക്ഷത്ത് വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനവും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവും CPM തന്നെയാണ് വഹിക്കാറുള്ളത്. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ്. എന്നാൽ ഇപ്പോൾ അത് പോരാ. പാർട്ടിയിൽ അങ്ങനെ ഒരു ചട്ടമോ കീഴ്വഴക്കമോ ഇല്ലെങ്കിൽ ഈ കുറി പാർട്ടി തോക്കുന്നതിന്, അല്ലെങ്കിൽ ഇടതുപക്ഷം തോൽക്കുന്നതിന് പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും MP ഗോവിന്ദന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലുള്ള MP ഗോവിന്ദന്റെ പരാജയവുമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിയമസഭാ കക്ഷി ഉപസ്ഥാനം തീർച്ചയായും, ഉപനേതൃസ്ഥാനം CPIക്ക് കിട്ടണം എന്ന് CPI വാശി പിടിച്ചു നിൽക്കുന്നു. ഒരു കാരണവശാലും ഇതിന് തങ്ങൾ ഒരു അനുരഞ്ജനത്തിന് തയ്യാറല്ല എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തുറന്നടിച്ചിരിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.